നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ 2025 ഏറ്റവും അവസാനത്തെ വീഡിയോ ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത കൊല്ലമേ കാണത്തോളൂ, വീഡിയോ ആയിട്ട് വരത്തോളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ്. അടിപൊളിയായിട്ടിരിക്കട്ടെ, എല്ലാവരും നല്ല കിടിലമായിട്ട് ഒരു നല്ല വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എനിക്കും ഉണ്ടാവട്ടെ, നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ 2025 അവസാനത്തെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. മറ്റാരെയും പറ്റിയല്ല, ഓരോ വർഷം ആവുമ്പോഴും പ്രവചനം എന്നും പറഞ്ഞിട്ട് ഒരു പരട്ട ബൾഗേറിയൻ തള്ള ഇവിടെ വരാറുണ്ട് മീൻസ് അവർ 1996 മരിച്ചു പോയതാണ്. പക്ഷെ എല്ലാ കൊല്ലം ആവുമ്പോഴും ബാബ വാങ്ക പ്രഡിക്ഷൻ എന്നും പറഞ്ഞ് വരും. അമ്മജിയുടെ 2026 പ്രഡിക്ഷനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് കംപ്ലീറ്റ് ഉഡായിപ്പ് സാധനമാണ്. ഇവരെങ്ങും ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇവര് 5079 കൊല്ലത്തെ സാധനങ്ങൾ ഇവർ പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എവിടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുവാണെങ്കിൽ ഇവർ എഴുതി വെച്ചേക്കുന്ന, പക്ഷെ ഇവർ എഴുതി വെച്ചിട്ടില്ല, ഇവരുടെ റിലേറ്റീവ്സ്, ഇവരുടെ ഫോളോവേഴ്സ്, ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവര് പറഞ്ഞെന്നും പറഞ്ഞ് ഇവന്മാരുടെ കയ്യിൽ കുറച്ച് കുറിപ്പും കാര്യങ്ങളും കണ്ടുണ്ട്. അങ്ങനെ എവിടെങ്കിലും എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ഇതുമായിട്ട് പോയിട്ട് നോക്കും, ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അവന്മാരെങ്കിൽ കാച്ചും. നമ്മുടെ ബബവാങ്ക സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടാണ് ഇവര് ഫേമസ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ ചരിത്രത്തിലോട്ട് വരാം. അങ്ങനെ ഇവർ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളെയൊക്കെ പറ്റി നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ബബവാങ്കയുടെ യഥാർത്ഥ പേര് ഒരു വൃത്തികെട്ട പേരാണ്, നമുക്ക് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊന്ന് വായിക്കാവേ. വാങ്കാലിയ പണ്ടേ വാ കുഷ്ഠരോഗോ എന്തരല്ലോ ആവട്ടെ. 1911 ഇവര് ജനിക്കുന്നത്, മരിക്കുന്നത് 1996. 85 വയസ്സായ സമയത്ത് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. ഇന്നത്തെ സാഡ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുമെന്ന് ഇവർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരുടെയും ഭാവി, ഭൂതം, വർത്തമാനം, ഇനി വരാനിരിക്കുന്ന എല്ലാ കണ്ടകടച്ചാതെ ഏറ്റവും പ്രഡിക്റ്റ് ചെയ്യുന്ന ഇവരുടെ സ്വന്തം സാധനം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ബൾഗേറിയാണ് ഇവരുടെ സ്ഥലം. ഈ ബൾഗേറിയൻ ലാംഗ്വേജിൽ ബാബ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് മദർ എന്നാണ്. അതുകൊണ്ടാണ് ഗ്രാൻഡ് മദർ വാങ്ക. ഈ വാങ്കാലി എന്നാണല്ലോ, അതിന്റെ ഷോർട്ട് ഫോം ആണ് വാങ്ക. ഓക്കെ, ഇവരുടെ കുട്ടിക്കാലത്ത് തന്നെ ഒരു വലിയൊരു കൊടുങ്കാറ്റിൽ പെട്ട് ഇവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണ്. ഒരു 10-12 വയസ്സായ സമയത്ത് ഈ കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെ ബാക്കിയുള്ള സെൻസ് ഓർഗൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വർക്കാവുകയാണ്. അങ്ങനെയാണ് ഇവർ ഫേമസ് ആവുന്നത്. ഇവർക്കൊരു പ്രവചന ശക്തി ലഭിക്കുകയാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഇവന്റ്സിനെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്നു, സ്പിരിച്വൽ അഡ്വൈസസ് കൊടുക്കുന്നു, ആളുകളുടെ ജീവിതവും അവരുടെ ഡെസ്റ്റിനിയെ പറ്റി സംസാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇവരങ്ങ് ഭയങ്കരമായിട്ട് ഈ ബൾഗേറിയയിൽ അങ്ങ് ഫേമസ് ആയി. മെയിനായിട്ട് പൊളിറ്റീഷ്യൻസ് തൊട്ട് കോമണേഴ്സ് വരെയുള്ള ആളുകൾ വരെ ഇവരെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബൾഗേറിയയിൽ റുപ്പിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവർ ജീവിച്ചിരുന്നത്. പിന്നീട് ഇവർ ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്ഥലം ഒരു സ്പിരിച്വൽ പ്ലേസ് ആയിട്ട് മാറുകയാണ്. ഇവരുടെ ഒരു പ്രവചന ശക്തി കാരണം ഇവർക്ക് ഗവൺമെന്റിന്റെ ഒക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. ഗവൺമെന്റ് ആണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവരുടെ പ്രവചന ശക്തി നാട് മൊത്തം അറിയുകയാണ്, വേൾഡ് വൈഡ് ഫേമസ് ആവുകയാണ്. ബൾഗേറിയ ഒരു ചേച്ചിയുണ്ട്, സൂപ്പറാ എന്നൊക്കെ പറഞ്ഞിട്ട്. 2026 പ്രഡിക്ഷനിലോട്ട് വരുന്നതിന് മുമ്പ് ഇവര് ഇതുവരെ നടത്തിയിട്ടുള്ള സക്സസ്ഫുൾ പ്രഡിക്ഷൻസിനെ പറ്റി നമുക്ക് പറയാം. അതിനകത്ത് വേൾഡ് വാർ 2 ഇവര് പ്രിഡിക്റ്റ് ചെയ്തെന്ന് പറയുന്നു. വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ഉണ്ടല്ലോ, അത് ഇവര് പ്രിഡിക്റ്റ് ചെയ്തെന്ന് പറയുന്നു. ഇതൊക്കെ അവകാശപ്പെടുകയാണ്, അല്ലാതെ ഇവരെങ്ങും എഴുതിയൊന്നും വെച്ചിട്ടൊന്നും ഇല്ല. ഓക്കെ, ഇവർ എന്തെങ്കിലും ഒരു ഡയലോഗ് ഇങ്ങനെ എഴുതി വെക്കും. ഈ ഒരു ഇവന്റ് നടന്നതിന് ശേഷം ഈ ഡയലോഗുമായിട്ട് ഇവർ മാച്ച് ചെയ്യും. ഇതാണല്ലോ അവർ പറയുന്നത്, സൂപ്പർ, ഇതാണ് ഇവരുടെ പ്രഡിക്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റൈസ് ഓഫ് ISIS, അവന്മാരുടെ റൈസ്, ബരാക് ഒബാമ പ്രസിഡന്റ് ആകുമെന്ന് പ്രഡിക്റ്റ് ചെയ്തു. ബരാക് ഒബാമയുടെ പേരൊന്നും ഒരു കറുത്ത വർഗ്ഗക്കാരൻ യൂസ് പ്രസിഡന്റ് ആകും എന്നുള്ള രീതിയിൽ ഒരു ലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇതെല്ലാം മാച്ച് ചെയ്ത് എടുക്കുന്ന സാധനങ്ങളാണ്, മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഇവർ ഈ നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ ടിൻ ടവർ അറ്റാക്കിനെ പറ്റി പ്രിഡിക്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ. ഈ 2001 ഈ ഒരു അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഇവര് മുമ്പ് പറഞ്ഞു വെച്ചിരുന്ന ഒരു വാക്ക്, ദ അയൺ ബേർഡ് സ്ട്രൈക്കിംഗ് അമേരിക്കൻ ടവേഴ്സ്, ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ വളച്ചൊടിച്ച് വന്ന വാക്കുകൾ എങ്ങാണ്ടാണെന്ന് തോന്നി. ഇവരിങ്ങനൊന്നും ആയിരിക്കത്തില്ല പറഞ്ഞു വെച്ചേക്കുന്നത്. 1-2 എക്സാമ്പിളൂടെ പറയുമ്പോൾ കാര്യം മനസ്സിലാവും. അപ്പൊ ഈ അയൺ ബേർഡ് എന്നുള്ളത് അന്നൊരു ഫ്ലൈറ്റ് പോയിട്ടാണ് ഇടിക്കുന്നത്. ഫ്ലൈറ്റിന് അയൺ ബേർഡ് ആയിട്ട് കണക്കാക്കുന്നു. സ്ട്രൈക്കിംഗ് അമേരിക്കൻ ടവേഴ്സ്, അമേരിക്ക എന്ന് പറഞ്ഞ സംശയമാണ്, ഇവന്മാരിത് കുറിച്ച്
ഇടയ്ക്കൂടെ തിരികെ കയറ്റിയാണെന്ന് തോന്നുന്നു ഈ അമേരിക്കൻ ടവേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഈ ടിൻ ടവറിനെ ഇടിച്ചു, അതാണ് ഇവർ പ്രെഡിക്റ്റ് ചെയ്തതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സക്സസ്ഫുൾ പ്രഡിക്ഷൻ ആണ് പ്രിൻസസ് ഡയാനയുടെ മരണം. അതെങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എ ഗ്രേറ്റ് ലേഡി വിൽ ഡൈ ബിക്കോസ് ഓഫ് അയൺ ബേഡ്. ഈ അയൺ വിട്ടിട്ടുള്ള പരിപാടിയൊന്നുമില്ല അയൺ ബേഡ്, ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഈ ചില വെർഷനകത്ത് പല പല വെർഷൻസ് ഉണ്ട്. ഇതങ്ങ് എഴുതി വെച്ചേക്കുന്നതൊന്നും അല്ല, ഇവരുടെ കുറെ ഫോളോവേഴ്സും ഒക്കെ ഇങ്ങനെ കുറിച്ച് വെച്ചേക്കുന്ന സാധനം ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ പിന്നീട് ആക്കുന്നതാണ്. മനസ്സിലായോ? ഇവരുടെ പേരിൽ ഒരു ബുക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അത് ഇവർ മരിച്ചതിന് ശേഷമാണ് എഴുതി വെച്ച് ബുക്കൊക്കെ എഴുതിയത്. അതും ഈ പറയുന്ന പോലെ ജേർണലിസ്റ്റും ബാക്കിയൊക്കെ ടീംസൊക്കെ ഇവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നതാണ്. അപ്പൊ വേറെ കുറെ വെർഷനകത്ത് ഡാർക്ക്നെസ് എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, സ്പീഡ് എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, എ സഡൻ എൻഡ്, എ ഫോറിൻ ലാൻഡ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വേർഡുകൾ എ ഗ്രേറ്റ് ലേഡി വിൽ ഡൈ ബിക്കോസ് ഓഫ് അയൺ ബേർഡിന്റെ ഇടയ്ക്ക് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. പല വെർഷൻസ് ഉണ്ട്. മനസ്സിലായോ? ഇതെങ്ങും ഒരു വളരെ വ്യക്തമായി എഴുതി വെച്ചേക്കുന്ന സംഭവമല്ല. അപ്പൊ ഈ ഒരു വാക്യം വെച്ചിട്ടാണ് ഈ ഡയാന പ്രിൻസസിന്റെ മരണത്തെ ഇവര് മാച്ച് ചെയ്തേക്കുന്നത്. അത് മാച്ച് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയാന പ്രിൻസസ് മരിക്കുന്നത് ഒരു കാർ ആക്സിഡന്റിലാണ്. ഈ ഗ്രേറ്റ് ലേഡി എന്നുള്ളത് ഈ ഡയാന പ്രിൻസസ് ആയിട്ട് കണക്കാക്കുന്നു, അയൺ ബേർഡ് എന്നുള്ളത് ഈ കാർ ആക്സിഡന്റ് ആയിട്ട് കണക്കാക്കുന്നു. ഹൈ സ്പീഡ് ആയിട്ടുള്ള ഒരു കാർ ആക്സിഡന്റിലും കണ്ടാണ് ഇവർ മരിക്കുന്നത്. അതിനെയാണ് ഇവർ ഇങ്ങനെ മാച്ച് ചെയ്ത് ഇത് കണ്ട ബാബ വാങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് പണിത് വെച്ചേക്കുന്നത്. ഇനി വേറെ ഒരെണ്ണം, നമ്മുടെ മുംബൈ അറ്റാക്കിനെ പറ്റിയും ഇവർ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു. 2008 മുംബൈ അറ്റാക്കിനെ പറ്റി അത് അവരുടെ പ്രഡിക്ഷൻ ഇങ്ങനെയായിരുന്നു: എ ഗ്രേറ്റ് സിറ്റി ബൈ ദ സീ വിൽ ബേൺ. അതുപോലെ തന്നെ വേറൊരു വരി, അയൺ ബേർഡ് വിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അയൺ ബേർഡ് എന്ന് പറഞ്ഞാൽ കാറോ പ്ലെയിനോ, അപ്പൊ മൊത്തം അയണിന്റെ പരിപാടിയാണല്ലോ. അതിൽ പിന്നെ അയൺ ബേർഡ് സൂപ്പർ വാക്കാ കേട്ടോ, ഇത് വെച്ചാ പിടിച്ചിരിക്കുന്നത്. അയൺ ബേർഡ് ഓർ സ്ട്രേഞ്ചേഴ്സ് വിൽ ബ്രിങ് ഡെത്ത്, ബ്ലഡ് ഷെഡ് ഇൻ എ പോർട്ട് സിറ്റി ഓഫ് ദ ഈസ്റ്റ്. ഇതുപോലെ 3-4 ഡയലോഗ്സ് ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫോളോവേഴ്സ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ 2008 നടന്ന മുംബൈ അറ്റാക്കിനെ ഇവർ പ്രിഡിക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു വരുന്നത്. താജ് ഹോട്ടൽ, ഒബ്രിയോണിൽ, മുംബൈ CST ഇവിടൊക്കെയാണ് ഈ ഒരു അറ്റാക്ക് നടക്കുന്നത്. ഈ താജ് ഹോട്ടലിൽ നിൽക്കുന്നത് ഒരു തീരത്താണ്. ഈ വാട്ടർ ത്രൂ ആണ് അറ്റാക്കേഴ്സ് വരുന്നത്. ഇവരുടെ ഈ ഒരു വാക്കുകൾ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഗ്രേറ്റ് സിറ്റി ബൈ ദ സീ എന്നുള്ളത് മുംബൈ എന്താണ്, സിയാൽ ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു സിറ്റിയാണ്. അപ്പം അയൺ ബേർഡ് ഓർ സ്ട്രേഞ്ചേഴ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ടെററിസ്റ്റ്, അവന്മാരുടെ വെഹിക്കിൾ എല്ലാം ഇരുമ്പുകൊണ്ടുണ്ടാകും, അതുകൊണ്ട് അയൺ ബേർഡ് വെഹിക്കിൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഉടായ്പ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത്ര സമയത്ത് ഇന്ന സംഭവങ്ങൾ നടക്കും എന്നും പറഞ്ഞൊന്നും ഇവര് പ്രവചിച്ചിട്ടില്ല. ഇപ്പം ഓരോ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഉള്ള പരിപാടി, കലാപരിപാടികൾ. ഓക്കെ, അപ്പൊ ഇവരുടെ പ്രവചനത്തിന്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2026 പ്രവചനങ്ങളിലോട്ട് പോകാം. നമ്മുടെ ഡെയിലി ലൈഫ് മെഷീൻസ് ഒക്കെ കൺട്രോൾ ചെയ്യും, ജോബ്, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡെയിലി റൊട്ടീൻസ് ഒക്കെ വേറെ ഈ മെഷീൻസ് കൺട്രോൾ ചെയ്യും ടെക്നോളജി കൺട്രോൾ ചെയ്യും എന്നുള്ള തരത്തിലൊക്കെ ഉള്ള ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. അത് ആളുകൾ റിലേറ്റ് ചെയ്യുന്നത് AI ആയിട്ടാണ്. ഈ AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് വേർഡ് ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല. പക്ഷെ ആളുകൾ കണക്ട് ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ AI എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ 2026 ഉറപ്പായിട്ടും ഇതിന്റെയൊക്കെ ഒരു കടന്നുകയറ്റം നമ്മുടെയൊക്കെ ജീവിതത്തിലോട്ട് ഉണ്ടാവും. അപ്പം അത് ഇവർ പ്രൊഡിക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ ഇവർ പ്രൊഡിക്ട് ചെയ്തോ ദൈവത്തിനറിയാം, അതോ ഇവർ പറഞ്ഞെന്നും പറഞ്ഞ് കുറെ തട്ടിവിടുന്നതാണോ എന്നറിയില്ല. അതുപോലെ തന്നെ യൂറോപ്പിൽ ഒരു മേജർ വാർ നടക്കുകയും ഒരുപാട് മനുഷ്യർ മരിക്കുകയും സംഭവിക്കും എന്നാണ് ഇവർ വേറൊരു കാര്യം പറയുന്നത്. വേൾഡ് വാർ 3 2026 സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രിഡിക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ ഗ്ലോബൽ ലീഡർ, അവര് അതിനെ വിശേഷിപ്പിക്കുന്ന വ്ളാഡിമർ എന്നാണ്. ഈ ലോകത്തെ ഭരിക്കുന്ന ഒരു പുതിയ ഗ്ലോബൽ ലീഡർ വരും എന്ന് ഇവർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വ്ളാഡിമർ എന്നൊരു പേര്, അത് അവരുടെ ലാംഗ്വേജിൽ റൂളർ ഓഫ് ദ വേൾഡ് എന്നാണ് അതിന്റെ മീനിങ്. ഈ വ്ളാഡിമർ എന്നുള്ളത് നമ്മുടെ വ്ളാഡിമർ പുട്ടിനാണ് എന്നുള്ള തരത്തിൽ കുറെ ആൾക്കാർ മാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റം ഒക്കെ കൊളാപ്സ് ആവുകയും ഇപ്പോഴത്തെ സൂപ്പർ പവർ ആയിട്ട് നിൽക്കുന്ന നേഷൻസിന്റെ കയ്യിൽ നിന്ന് പവർ വേറെ നേഷൻസ് കൈക്കലാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ ഇപ്പം അമേരിക്കയുടെ കയ്യിൽ നിന്ന് വേറെ ആരെങ്കിലും അടിച്ചോണ്ട് പോകും എന്നുള്ള തരത്തിൽ അമേരിക്ക റഷ്യ തമ്മിൽ ഒരു ക്ലാഷ് ഒക്കെ നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കണക്ഷനാണ് ഇവർ പറഞ്ഞു വെച്ചതുമായിട്ട്. അതുപോലെ തന്നെ വലിയൊരു ക്ലൈമറ്റിക് ചേഞ്ച്, അതിപ്പോൾ എല്ലാ വർഷവും നമുക്ക് എടുത്തിടാൻ പറ്റുന്ന ഒരു പ്രൊഡിക്ഷനാണ്. വലിയൊരു ക്ലൈമറ്റിക് ചേഞ്ച് ഉണ്ടാവുന്നത്. കാര്യം വെച്ചാൽ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, വോൾക്കാനിക് ഇറപ്ഷൻ, അതുപോലെ തന്നെ പെട്ടെന്ന് ഐസ് മെൽറ്റ് ആവുന്ന പരിപാടി, അത് കാരണം സീ ലെവൽ ഇൻക്രീസ് ചെയ്യുകയും സിറ്റീസ് വെള്ളത്തിനടിയിലാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ നാച്ചുറൽ ഡിസാസ്റ്റർ 2026 സംഭവിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതെല്ലാവരും എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും, അത് വേറെ കാര്യം. അതുപോലെ തന്നെ വേറൊരു രസകരമായിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ 2026 കൂടി ഏതാണ്ട്
ഏതാണ്ട് ഒരു നവംബർ മാസത്തോടു കൂടി ഏലിയൻ നമ്മുടെ ഭൂമിയിൽ വരും, അല്ലെങ്കിൽ ഏലിയൻ ഷിപ്പുമായിട്ട് ആദ്യമായി നമ്മൾ ഒരു കോണ്ടാക്ട് വെക്കും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഡിക്ഷൻ ഇവർ വെക്കുന്നുണ്ട്. ഒരു വലിയ മാറ്റം മനുഷ്യരിലുണ്ടാവും. നമ്മുടെ ഒരു ടെക്നോളജി കാരണം നമ്മുടെ വയസ്സൊക്കെ കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് കാരണം ഒരു റിവേഴ്സ് ഏജിങ്, ഇവർ പിന്നീടുള്ള പ്രഡിക്ഷനകത്താണ് പറയുന്നത് റിവേഴ്സ് ഏജിങ്ങും സംഭവിക്കുമെന്ന്. ഇനിയിപ്പോ ഒരു 5079 വർഷത്തിൽ വരെയുള്ള പ്രഡിക്ഷൻ ഇവർ പറയുന്നത്. 5079 വർഷം ആകുമ്പോഴത്തേക്ക് ഈ ലോകം അവസാനിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എക്കണോമിക് കൊളാപ്സ് ഉണ്ടാവും, ബാങ്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവും, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റിയും വലിയൊരു ഇൻഫ്ലേഷനും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് സ്വർണ്ണത്തിന്റെ ഒക്കെ വില കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുമായിട്ടൊക്കെ ആൾക്കാർ കണക്ട് ചെയ്യുന്നുണ്ട്. സ്വർണ്ണത്തിന്റെ ഒക്കെ വില ഇപ്പോൾ അറിയാലോ, 1,04,000 5,000 എങ്ങാണ്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ ഒരു പ്രഡിക്ഷനകത്ത് ഒരു വേൾഡ് വാർ 3 സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധ്യതകളും അന്നേരം ആളുകൾ പറയും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഈ ചൈന, റഷ്യ, അമേരിക്ക ഇവരാണല്ലോ പ്രധാന ലോകശക്തികൾ. ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പിരിമുറുക്കം കുറച്ചും കൂടെ വർദ്ധിക്കും, ഇവന്മാർ തമ്മിൽ തല്ലും എന്നാണ് ബാബ വാങ്ക അന്ന് പറഞ്ഞത് എന്നാണ് ഒരു ഭാഗം ആളുകൾ പറയുന്നത്. പുള്ളിക്കാരത്തി അന്ന് ഈ സാധനം മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ പറയുന്ന വേൾഡ് വാർ 3 സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നത്. ഈ തായ്വാൻ പിടിച്ചടക്കാൻ വേണ്ടി ചൈന ശ്രമിക്കുന്നുവെന്നും അതുപോലെ തന്നെ അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും ചില റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഭഗവാൻ പറഞ്ഞത് സെറ്റായി വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മൊത്തം ഈ മാച്ചിങ് പരിപാടികളാണ്. ഞാൻ പറഞ്ഞല്ലോ, മാച്ചിങ് ഉള്ള പരിപാടികളാണ്. ഇനി ഇവരുടെ പാളിപ്പോയ പ്രഡിക്ഷൻസിനെ പറ്റി പറയാം. ഇപ്പം വേൾഡ് വാർ 3 സ്റ്റാർട്ട് ചെയ്തു എന്നാണല്ലോ, സ്റ്റാർട്ട് ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത്. ഇവർ ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2010 വേൾഡ് വാർ 3 സ്റ്റാർട്ട് ചെയ്ത് 2014 അവസാനിക്കുമെന്നാണ് മുൻപ് പറഞ്ഞിട്ടുള്ളത്. അത് പാളിപ്പോയതാണേ. അതുപോലെ തന്നെ യൂറോപ്പ് 2016 കൂടി ഏതാണ്ട് തീർന്നു പോകും, മൊത്തത്തിൽ നശിക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രഡിക്ഷൻ നോക്കുവാണെങ്കിൽ 2026 യൂറോപ്പിൽ ഒരു വലിയ പ്രശ്നം നടക്കുകയും ഒരുപാട് മനുഷ്യന്മാർ ചാവുമെന്നും പറയുന്നുണ്ട്. ഇപ്പൊ 2016 തീർന്നു പോകുമെന്ന് പറഞ്ഞ, ഓൾമോസ്റ്റ് എംഡി ആകുമെന്ന് പറഞ്ഞ പ്രഡിക്ഷൻ ചെയ്ത ചേച്ചി അമ്മജി ഇപ്പൊ 2026 ഒരുപാട് ആൾക്കാർ ചത്തുപോകുമെന്ന് പ്രഡിക്ഷൻ ചെയ്യുന്നതിന്. പിന്നെ 2012 ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ അമ്മജി 5079 വർഷത്തെ കാര്യങ്ങൾ വരെ പറയുന്നു. 2012 ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ തന്നെയാണ് ഇവർ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അവസാനിച്ച ലോകത്ത് പിന്നെ നടക്കാറുണ്ടോ? പിന്നെ അത് പിന്നെ വേറെ ആരുടെ തലക്കെട്ടി വെച്ചെന്ന് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഉമ്മാരുടെ എന്തെങ്കിലും പാളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മാർ വേറെ ആരെങ്കിലും തലക്കെട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ഡേറ്റ് ഒന്ന് വെട്ടി തിരിച്ചു, ഈ ഡേറ്റിനല്ല ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വേറെ ഡേറ്റിനാണ് പറയുന്നുള്ള രീതിയിലൊക്കെ ആക്കും. ഇത് നമുക്കൊരു കോമഡി പരിപാടി പോലെ കണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, നാളെ എനിക്ക് വേണമെങ്കിലും ബുക്ക് എഴുതാം. കൊല്ലത്ത് നാളെ ഒരു 2 പേരും മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറയുകയാണ്. എന്നിട്ട് നാളെ പത്രം എടുത്ത് നോക്കുമ്പോൾ കൊല്ലത്ത് 2 പേരും മരിച്ചിട്ട് എന്റെ പ്രഡിക്ഷൻ ശരിയായി. ഇതാണ് ബാബാങ്കയുടെ പരിപാടി, മനസ്സിലായോ? അതുപോലെ തന്നെ 2020 ഒരു ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവും എന്നുള്ള ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 2020 കൂടി ആ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിലും ഈ ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ സ്റ്റേജിലാണ്. എനിക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. റഷ്യ ഫ്രാൻസ് അങ്ങനെ ഇല്ല, ഇപ്പോഴും അത് അവൈലബിൾ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ പ്രഡിക്ഷൻ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഇവരെ കാണാൻ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ ഫോളോവേഴ്സ്, ഇവരുടെ കുടുംബക്കാർ ഇവരുടെ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ ഒരു അഡ്വൈസ് കൊടുക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരുടെ ഈ ഒരു പ്രഡിക്ഷൻ ഇപ്പോൾ വരുന്നത്. അല്ലാതെ ഒരു ബുക്കായിട്ടൊന്നും ഇവരായിട്ടൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ഇവരുടെ മരണത്തിന് ശേഷം ഇവരുടെ പേരിൽ ഒരു ബുക്കൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. സോ ഇങ്ങനെയുള്ള പ്രഡിക്ഷൻസിന് ആക്ച്വലി ഇവരുടെ പ്രഡിക്ഷൻ എന്നല്ല പറയുന്നത്, റിട്രോഫിറ്റിംഗ് എന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഭവം നടന്നതിന് ശേഷം ഇവര് പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് നോക്കും, മാച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് അതുമായിട്ട് മാച്ച് ചെയ്തിട്ട് പറയും, ഞങ്ങൾ അത് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും. ഇതിന് ആക്ച്വലി പ്രഡിക്ഷൻ എന്നല്ല പറഞ്ഞത്, റിട്രോഫിറ്റിംഗ് എന്നാണ് പറയേണ്ടത്. പ്രഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പക്ക ആയിരിക്കണം. ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവം നടക്കും, അല്ലെങ്കിൽ ഏതാണ്ട് ഒരു ഡേറ്റോ സംഭവം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കണം. ഇത് അമ്മച്ചി വന്നിട്ട് എന്തെങ്കിലും ഒരു ഡയലോഗ് അടിക്കും, എന്നിട്ട് ഇതിനെ അങ്ങ് കണക്ട് ചെയ്യും, എന്നിട്ട് ഡേറ്റും വെട്ടി തിരുത്തി അങ്ങ് ഇറക്കും. ഇതാണ് ഇവരുടെ പരിപാടി. ഈ അമ്മച്ചിയുടെ വേറെ കുറെ പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ട്, കോമഡി പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാവേ. ഇനി വരാനിരിക്കുന്ന പ്രഡിക്ഷൻസ് 2028 ഒരു പുതിയ പവർ സോഴ്സ് ക്രിയേറ്റഡ് ആവും, വിശപ്പ് തുടച്ചു നീക്കും, മനുഷ്യർ വീനസിലെത്തും. വീനസിൽ നമുക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഓൾറെഡി സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അമ്മച്ചി 2028 മനുഷ്യൻ വീനസിൽ താമസം തുടങ്ങും എന്നാണ് അമ്മച്ചി പറയുന്നത്. 2043 ഇക്കണോമിയിൽ ഭയങ്കര ഒരു ബൂമിങ് ഉണ്ടാവുകയും, അതുപോലെ തന്നെ വേറൊരു പ്രഡിക്ഷൻ, യൂറോപ്പ് കൂടുതലും ഇസ്ലാമിക് ആയി മാറും എന്നാണ് പ്രഡിക്റ്റ്. അത് ചിലപ്പോൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മതം ഇസ്ലാമാണ്. അപ്പൊ പിന്നെ അത് ചിലപ്പോൾ നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ 2046 കൂടി സിന്തറ്റിക് ഓർഗൻസിന്റെ ഒക്കെ മാസ് പ്രൊഡക്ഷൻ കൂടും എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2066 ഈ എൻവയോൺമെന്റിനെ നശിപ്പിക്കുന്ന ഒരു
എൻവയോൺമെന്റൽ ഡിസ്ട്രക്ടർ വെപ്പൺ US കണ്ടെത്തും എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി കുറെ ന്യൂക്ലിയർ ഒക്കെ ഉണ്ട്, അതൊക്കെ മൊത്തം എൻവയോൺമെന്റ് നശിപ്പിക്കുന്നതൊക്കെ അല്ലേ, എന്ത് കണ്ടെത്താൻ, ഇനി ഇതിൽ കൂടെ എന്ത് കണ്ടെത്താൻ. 2088 ഒരു സാധനം വരുന്നുണ്ട്, അതാണ് സൂപ്പർ. ഒരു വൈറസ് വരും. ഈ വൈറസിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ആയിട്ട് ഏജിങ് സംഭവിക്കും. അയ്യോ, അങ്ങനെ കാണാൻ വന്നു കഴിഞ്ഞാൽ തേഞ്ഞു പോലോ ആൾക്കാർ. അയ്യോ, റാപ്പിഡ് ആയിട്ട് ഏജിങ് സംഭവിക്കുന്ന ഒരു വൈറസ് വരും 2088 എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2097 വൈറസിനെ മൊത്തത്തിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കും എന്ന് പറയുന്നു. 2100 ഒരു ആർട്ടിഫിഷ്യൽ സണ്ണിനെ നിർമ്മിക്കുകയും അത് നമ്മുടെ ഡാർക്ക് സൈഡിനെ ലൈറ്റ് അപ്പ് ചെയ്യും എന്ന് പറയുന്നു. 2111 കൂടി മനുഷ്യർ കൂടുതൽ റോബോട്ടിക് ആയിട്ട് മാറും എന്നൊക്കെയാണ് പറയുന്നത്. മേ ബി റോബോട്ടിക് ഹാൻഡ് ഒക്കെ വെച്ചിട്ട് ബൂം ബൂം റോബോട്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരിക്കും. അതൊക്കെ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുള്ള വകുപ്പാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ 2125 ബാബാവാങ്ക പിന്നെയും പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്നുണ്ട്. അതുപോലെ 2130 ഈ അന്യഗ്രഹ ജീവികളുടെ സഹായം കൊണ്ട് നമ്മൾ അണ്ടർ വാട്ടർ ഒരു സമൂഹം നിർമ്മിച്ചെടുക്കും എന്ന് പറയുന്നു. ഓഷ്യൻസിന്റെ അടിയിൽ നമ്മൾ ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നു. സൂപ്പർ കൺസെപ്റ്റ് ഒക്കെ കേട്ടോ. ഇതൊക്കെ ഇവരെ തന്നെ എഴുതി വെച്ചേക്കുന്ന ഇതൊക്കെ ആരെങ്കിലും പടച്ചു വിടുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. വായിക്കാൻ രസമുണ്ട് സംഭവം എന്താണെങ്കിലും. അതുപോലെ 2154 മറ്റുള്ള മൃഗങ്ങൾ മനുഷ്യരെ പോലൊക്കെ ഇവോൾവ് ആകും എന്ന് പറയുന്നുണ്ട്. എവല്യൂഷൻ 2167 പുതിയൊരു റിലീജിയൻ പോപ്പുലർ ആകും എന്ന് പറയുന്നു. ഇനി ഏത് പുതിയ റിലീജിയൻ ആടാ, ഉള്ള റിലീജിയനെ കൊണ്ട് മനുഷ്യരുടെ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്നിട്ട് 2170 നമ്മുടെ ഭൂമി ഭയങ്കര ഡ്രൈ ആവുകയും മരുഭൂമി ആവുകയും മാറും എന്ന് അമ്മച്ചി പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ 2187 കൂടി ഈ വോൾക്കാനിക് ഇറപ്ഷൻസിനെ, വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്ന പരിപാടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അങ്ങ് സപ്രസ് ചെയ്യും. സൂപ്പർ സാധനങ്ങളൊക്കെ. പിന്നെ 2201 നമ്മുടെ സണ്ണ് തണുക്കുകയും വലിയൊരു ക്ലൈമറ്റിക് ചേഞ്ച് സംഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെ 2256 അങ്ങ് മേപ്പോട്ടങ്ങാണ്ട് പോയ റോക്കറ്റ് തിരിച്ചു വരുന്ന വഴി ഒരു വൈറസിനെയും കൊണ്ടാണ് ഭൂമിയിലോട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. നേരത്തെ 2097 കണ്ട് വൈറസിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിടുമായിരുന്നല്ലോ. അതിന് പോയിട്ട് വരുന്ന ഏതോ ഒരു റോക്കറ്റിൽ ചത്ത വൈറസ് എല്ലാം പിന്നെ തിരിച്ചു വരും എന്ന് അമ്മച്ചി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ 2262 നമ്മുടെ മാർസ് ഗ്രഹം ഒരു അതിനകത്ത് വന്ന എന്തോ സാധനം ഇടിച്ച് അത് ഡിസ്ട്രക്റ്റഡ് ആവും എന്നുള്ള തരത്തിൽ ഒരു ഭീഷണി നേരിടുന്നു എന്നും പറയുന്നു. പിന്നെ ഇതിനേക്കാളും സൂപ്പർ സാധനം 2288 ടൈം ട്രാവൽ നമ്മൾ കണ്ടുപിടിക്കുകയും നമ്മൾ ഏലിയൻസുമായിട്ടൊക്കെ കോണ്ടാക്റ്റിൽ വരുമെന്ന്. സൂപ്പർ സാധനമാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ സണ്ണ് തണുത്തു പോകുന്ന സണ്ണിനെ നമ്മൾ ചൂടാക്കാൻ ഉള്ള പരിശ്രമങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതെന്താണ് 2291 കൂട്ടിയിട്ട് കത്തിക്കും സണ്ണിനെ, ചൂടാവട എന്നും പറഞ്ഞിട്ട്. പിന്നെ 2480 നമ്മൾ ഉണ്ടാക്കിയ നേരത്തെ ആർട്ടിഫിഷ്യൽ സണ്ണിനെ കുറച്ച് ഉണ്ടാക്കിയാണല്ലോ, ഉമ്മാർ തമ്മിൽ മൊത്തത്തിൽ കൊളൈഡ് ആയിട്ട് കൂട്ടിയിടിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് ഔട്ട് ആകും എന്നാണ് അമ്മച്ചി പറയുന്നത്. പിന്നെ 3010 അന്നും ഒരു മാസീവ് ആയിട്ടുള്ള ഒരു കൊളൈഡ്സ് ഉണ്ടാവും. അത് നമ്മുടെ മൂണും വേറൊരു ആസ്ട്രോയിഡുമായിട്ടാണ് കൂട്ടിയിടിക്കുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു വലിയൊരു പൊടി നിറഞ്ഞ ഒരു ക്ലൗഡ് ഭൂമിയിൽ ഉണ്ടാവും എന്ന് പറയുന്നു. അത് കഴിഞ്ഞൊരു 3797 ആകുമ്പോഴത്തേക്ക് എല്ലാ ജീവജാലങ്ങളും ഇവിടുന്ന് ഡിസപ്പിയർ ആവും. ഹ്യൂമൻസ് വേറെ ഗ്രഹങ്ങളിൽ പുതിയ കോളനികൾ സൃഷ്ടിക്കും. 5079 കൂടി ഈ ലോകം അവസാനിക്കും. ഇതാണ് അമ്മച്ചിയുടെ പ്രവചനങ്ങൾ, ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ. അപ്പോൾ സംഭവം ഭയങ്കര രസമാണ്. എന്താണെങ്കിലും നമ്മൾ അതിന് മുമ്പേ തട്ടിപ്പോകുന്നുണ്ട്, നമ്മളെ ഇതൊന്നും ബാധിക്കത്തില്ല ഗൈസ്. അപ്പൊ എല്ലാ കൊല്ലം വർഷം തീരാറാകുമ്പോഴത്തേക്ക് അമ്മച്ചിയുടെ പ്രവചനങ്ങൾ ഇതുപോലെ വരാറുണ്ട്. സംഭവം കോമഡിയാണ്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ വന്ന് കമന്റ് ചെയ്യുക. സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. വേറൊരു വീഡിയോ ആയിട്ട് 2026 ഇനി കാണാം.